prayer start ചെയ്തോട്ടോ. Okay, ma'am. Good morning, ma'am. Good morning, my dear friends. Prayer. എങ്ങുമേ വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമേ കൃപ ചോരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. താങ്ക് യു മാം. Okay, thought of today. Thought of the day. തൊട്ട് പറയുന്നേ. മാം, ഗ്രൂപ്പില് ധന്യ എന്ന് പറയുന്ന ആളായിരുന്നു തോട്ട് പറയാന്ന് പറഞ്ഞ്, ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് ഓൾ ഫ്രണ്ട്സ്. The beautiful thing about learning is that no one can take it away from you. പഠനത്തിന്റെ സൗന്ദര്യം എങ്ങനെയാണെന്നാൽ അത് ഒരാളിൽ നിന്നും ആർക്കും പിടിച്ചെടുക്കാൻ കഴിയില്ല. Okay. Signing. സൈനിങ് ആണ് ഞാൻ പറയാന്ന് ഗ്രൂപ്പിൽ പറഞ്ഞു, അപ്പൊ അതിന് ആരും ഇല്ലെന്ന് Okay, I will തോന്നുന്നു. do, ma'am. Okay, I will do. I'm Linshi from Tirunelveli. Good morning, ma'am, and good morning, my dear friends. On behalf of M18 batch, I welcome all my dear friends and Adira ma'am to this class. Thank you. Okay. Good morning to all. Good morning, ma'am. Good morning, ma'am. PDF കാണാമോ? PDF കാണാമോ? കണ്ടു മാം. കാണാം. കാണുന്നില്ലല്ലോ. Okay. നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫ്രൈഡേ നമുക്ക് നവംബർ 14 എന്ത് ഡേ ആണ്? നവംബർ 14 Children's Day. ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പോൾ ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായിട്ട് നിങ്ങൾ കുറച്ച് പ്രോഗ്രാംസ് ഒന്ന് കണ്ടക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അന്ന് ആരാണോ ടീച്ചർ, ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കുള്ളൂ ഫ്രൈഡേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തോട്ട്സോ അല്ലെങ്കിൽ സ്പീച്ചോ സോങ്ങോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് പെർഫോം ചെയ്യാം കേട്ടോ. ഓക്കെ. ഇപ്പൊ സ്പീച്ച് ഒക്കെ പറയുമ്പോൾ ഒരുപാട് ലെങ്തി ഉള്ള സ്പീച്ച് വേണ്ട, കുറച്ച് ബ്രീഫ് ആയിട്ട് പറയാൻ നോക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പാട്ടാണ് ഇഷ്ടം, പാട്ട് അത്യാവശ്യം ലെങ്തിൽ പാടിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഗ്രൂപ്പ് സോങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇപ്പൊ മിക്കൊരു പറ്റുന്ന രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ചിൽഡ്രൻസ് ഡേ കേട്ടോ. ഓക്കെ. സ്മാർട്ട് സ്കൂളിൽ നിങ്ങൾക്ക് ആദ്യത്തെ സെലിബ്രേഷൻ അല്ലേ ഇത്? അതെ മാം, അതെ മാം. അപ്പൊ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ തന്നെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. എങ്ങനെയാണെന്ന് പറയണോ? അത് നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ പ്രോഗ്രാംസ് ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്യാം. പാട്ടാണെങ്കിൽ പാട്ട് ആരൊക്കെ പാടുന്നുണ്ട്, ഒരുപാട് പേര് വേണ്ട, നമുക്ക് 1 മണിക്കൂർ സമയമാണുള്ളത് അല്ലേ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ അത് പ്ലാൻ ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത പേരുകളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പൊ ആരാണെന്ന് വെച്ചാൽ ഒരാള് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഒരാൾ ഇതിനൊന്ന് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അടുത്തത് ആരാണ്? സ്റ്റെഫി ആണെങ്കിൽ സ്റ്റെഫിയുടെ സോങ് ആണ്, സ്പീച്ച് ആണ് ശരണ്യയെങ്കിൽ അപ്പൊ ശരണ്യ. ഓരോരുത്തരും ആ സമയത്ത് റീഡിങ് ആയി നിൽക്കുക കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്?
ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എവിടെ വരെ എടുത്തു? 5 points. First 5 points. 5 points. Okay. Development is continuous and involved changes. അവിടെ വരെ പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു മാം, അവിടെ വരെ പറഞ്ഞു. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ട് വരാൻ പറഞ്ഞു. എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു അല്ലേ? ഓക്കെ, ഞാൻ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടത് വായിക്കാം കേട്ടോ. ഡെവലപ്മെന്റ് ഈസ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്. മൈക്ക് ആൽബം ഓൺ ആണ്, മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്. എന്താ പറയുന്നത്? സക്സസീവ് എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ചയായി നടക്കുന്നത്. സക്സസീവ് ആണോ? വികസനം സക്സസീവ് ആണോ? വിജയമുള്ളത്. വിജയമുള്ളത്. ഓക്കെ, വേറെ എന്തൊക്കെ പറയാൻ പറ്റും? വിജയകരമായ. വിജയകരമായിട്ട്. ഓക്കെ, നമ്മള് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇതിന് സക്സസീവ് എന്ന് പറയാൻ കാരണം ലൈഫ് ലോങ് ആയിട്ടുള്ളതാണ് ലൈഫ് ഫ്ലോയിങ് ആയതുകൊണ്ട് നമ്മൾക്ക് പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? നല്ലതും ചീത്തയായിട്ടുള്ള പല തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ദിനം പ്രതി എന്താണ് നമ്മളിൽ ഡെവലപ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഡെവലപ്മെന്റ് സക്സസീവ് എന്ന രീതിയിൽ അർത്ഥമാക്കുന്നു കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ പ്രിൻസിപ്പിൾസ് നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് ഇടാറുണ്ട്. അപ്പൊ എത്ര പോയിന്റ്സ് ആണെങ്കിലും അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, കാണാതെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാനല്ല പറയുന്നത്, ഒന്ന് മനസ്സിലാക്കി എന്താണ് ആ പോയിന്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഓക്കെ, then early development is more vital than later development. Early development is more vital than later development. എന്താ പറയുന്നത്? ആദ്യകാല വികസനം പിന്നീടുള്ള വികസനത്തെക്കാൾ പ്രധാനമാണ് എന്നാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയാം അല്ലെ, നമുക്ക് ആദ്യം നടക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അതായത് ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങള് ആ സമയത്ത് തന്നെ സംഭവിക്കണം, അല്ലാതെ പിന്നീട് സംഭവിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പറയൂ, അതെങ്ങനെ? അതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ആദ്യകാല വികസനം പിന്നീടുള്ള വികസനത്തെക്കാൾ പ്രധാനമാണെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശാരീരികമായിട്ടുള്ള ഡെവലപ്മെന്റ്. എന്തോ? From the stage of fetal development. ഫീച്ചർ ഡെവലപ്മെന്റ് തുടങ്ങി അല്ലെ? അല്ലെ, അവിടെ മുതൽ നമുക്ക് പറയാം. ആ സമയത്ത് ആ ഒരു പീരീഡിൽ വികസിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഹാർട്ട് ബീറ്റ് മുതൽ നമ്മുടെ ഫസ്റ്റ് എന്താണ് ഹാർട്ട് ബീറ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ആ സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആ ടൈമിൽ തന്നെ, ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് നടക്കണം. അതേപോലെ നമ്മള് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എന്താണ് ആ സമയത്ത് ആ ഒരു സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ആ സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നീടാണത് ചെയ്യുന്നെങ്കിൽ എന്താണ്? പിന്നീട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്? അത് ഓൾറെഡി ഒരു നോർമൽ ചിൽഡ്രനെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൻ ആദ്യ സമയത്ത് നടക്കേണ്ട കാര്യങ്ങള് ആ ഒരു ടൈമിൽ തന്നെ മാക്സിമം നടത്താനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ നമ്മളാണെങ്കിൽ കൂടെയും എന്താണ്, ഇപ്പൊ നമ്മുടെ ഓർഗൻസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓർഗൻസ്, അതായത് ആദ്യം വികസിക്കേണ്ട ഓർഗൻസ് ഏതൊക്കെയാണ്? ആദ്യം വികസിക്കേണ്ട ഓർഗൻസ് പിന്നെ ഏതാണ്? ബ്രെയിൻ. ഓക്കെ, ഇപ്പൊ ബ്രെയിൻ ഡെവലപ്മെന്റ് ആദ്യകാലത്ത് നടന്നില്ല, പിന്നീട് അത് ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അതിന്റെ യഥാർത്ഥ പീരീഡിൽ അത് നടന്നില്ല എങ്കിൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യകാല വികസനം അതേപോലെ തന്നെ നടന്നില്ലെങ്കിൽ പിന്നീട് അത് കാര്യമില്ല എന്നല്ല പറയുന്നത്. ആദ്യകാല വികസനം അതിൻ്റെതായിട്ടുള്ള പീരീഡിൽ അത് നടക്കണം. ലേറ്റർ ഡെവലപ്മെന്റിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? ആദ്യകാല ഡെവലപ്മെന്റ്സിനാണ്. ഏർലി ഡെവലപ്മെന്റിനാണ് ഇമ്പോർട്ടൻസ്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതൊരു പ്രിൻസിപ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ഡെവലപ്മെന്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്.
വികസനം എന്ന് പറയുന്നത് പക്വതയുടെയും പഠനത്തിന്റെയും ഫലമാണ്. വികസനം എന്ന് പറയുന്നത് പക്വതയുടെയും പഠനത്തിന്റെയും ഫലമാണ്. എന്താണ് അങ്ങനെ പറയുന്നത്? എന്തായിരിക്കും നിങ്ങൾ സൂചിപ്പിക്കുന്ന ഡെവലപ്മെന്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്? ബ്രെയിൻ ഡെവലപ്മെന്റിന്റെതാണ്. എന്തോ ബ്രെയിൻ ഡെവലപ്മെന്റിന്റേതാണത്. ഒന്നും ക്ലിയർ അല്ലടോ പറയുന്നത്. പ്രായത്തിനൊത്ത വളർച്ച. ഒരാള് പറയാം, ഒരാളെ ബ്രെയിൻ ഡെവലപ്മെന്റ്. എനിക്ക് ക്ലിയർ ആവുന്നില്ല അപ്പൊ നിങ്ങൾ പറയുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റിന്റേതാണോ അങ്ങനെ പറയുന്നത്? ഐ ഡെവലപ്മെന്റോ? ബ്രെയിൻ ഡെവലപ്മെന്റ്. ബ്രെയിൻ ഡെവലപ്മെന്റോ? ബ്രെയിൻ ഡെവലപ്മെന്റ് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രായത്തിനൊത്ത വളർച്ചയാണോ? പ്രായത്തിനൊത്ത വളർച്ച. ബുദ്ധി വികാസം. ബാക്കിയെല്ലാം പറയാം എല്ലാവരും. നമുക്ക് പറയാം എല്ലാം കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് നമുക്ക് പറയാം. നിങ്ങൾക്ക് ആ സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് എന്താ തോന്നുന്നത്? ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. പക്വതയുടെയും പഠനത്തിന്റെയും ഒരു റിസൾട്ട് ആണ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓരോ വർഷം കഴിയുന്തോറും ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും. പക്വതയുടെയും പഠനത്തിന്റെയും ഫലമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? പക്വത, നമ്മൾ പക്വത പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? പക്വതയുടെയും പഠനത്തിന്റെയും ഫലമായിട്ട് നമുക്ക് സംഭവിക്കുന്ന ഒന്നാണ് എന്ത്? ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറയുന്നത്. ഓക്കെ, മെച്ചുവേർഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്താണ്, മെച്ചുവറിറ്റിയുടെ കൂടെ തന്നെ നമ്മൾ പല കാര്യങ്ങളും പല ദിവസം പല മിനിറ്റ്സ് കൂടെ അല്ലെങ്കിൽ പല മിനിറ്റുകളിൽ പല മാസങ്ങളിൽ പല ആഴ്ചകളിലൊക്കെ എന്താണ് പലതും പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഠിച്ചു പോകുന്ന ആ സ്റ്റേജസുകൾ തന്നെയാണ് എന്ത്? വികസനത്തിന്റെ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, then there are individual differences in development. വികസനത്തില് വ്യത്യാസങ്ങളുണ്ട്. ഉണ്ടാവും. എല്ലാവരും ഇപ്പൊ ഒരേപോലെയാണോ ഡെവലപ്പ് ചെയ്തു വരുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. എല്ലാവർക്കും എന്തുണ്ട്? എല്ലാവർക്കും നിർബന്ധമായിട്ട് എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. എല്ലാവരിലും എന്ത്? വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ പറയാറില്ലേ 9 പേര്, ഒരാളെ പോലെ 9 പേരുണ്ടെന്നൊക്കെ പറയില്ലേ? ഈ 9 പേരിൽ എന്തുണ്ട്? 9 പേരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് കാഴ്ചയിൽ മാത്രം ഒരേപോലെ തോന്നുമെങ്കിലും ആ കാഴ്ചയിൽ പോലെ എന്തൊക്കെ എന്താ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോ കണ്ണിന്റെ കളർ അല്ലെങ്കിൽ സ്കിൻ ടോണ് അല്ലെങ്കിൽ ലിപ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഹെയർ അല്ലെങ്കിൽ എന്താണ് എല്ലാ ഫിസിക്കലായിട്ടും മെന്റലായിട്ടൊക്കെ എന്താണ് നമുക്ക് പല വ്യത്യാസങ്ങളുണ്ടാകും. ഒരാളും ഒരാളെ പോലെ അല്ല. നമ്മൾ ട്വിൻസിനെ പറയാറില്ലേ? ട്വിൻസിനെ കാണുമ്പോൾ നമുക്ക് തോന്നും, ട്വിൻസിനെ കാണുമ്പോൾ സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും എന്താണ് അവർക്കുണ്ട് വ്യത്യാസങ്ങൾ. അവരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്, അവരുടെ എബിലിറ്റീസ് വ്യത്യാസമുണ്ട്, സ്കില്ല് വ്യത്യാസമുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്, അവരുടെ മാനറിസത്തിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് കാഴ്ചയിൽ ചിലപ്പോൾ ഒരേപോലെ തോന്നുന്നതാണ്, പക്ഷെ അവർക്ക് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. എല്ലാവരിലും എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളും എന്താണ്? ഇൻഡിവിജ്വലി ഡിഫറൻസ് ആയിട്ടുള്ള കുട്ടികളാണ് അല്ലെ? ഇപ്പൊ ഒരു കുട്ടിക്ക് പഠിക്കാൻ കുറച്ചുകൂടി കഴിവുണ്ടാവും, തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് എന്താണ് അവന്റെ അത്ര ചിലപ്പോ ക്യാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായില്ല. അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിരിക്കും. അപ്പൊ 50 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ 50 പേരും 50 ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ അധ്യാപകരെ 50 ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടായിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ വിഷ്ണു ആയിരിക്കും ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്നത്, വിഷ്ണുവിനെ പോലെ ബാക്കി 49 പേരും പഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? വിഷ്ണുവിനെ മാത്രം ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്നത് ഒരിക്കലുമില്ല. ഓക്കെ, അപ്പൊ ഓരോ വ്യക്തികളിലും ഓരോ കുട്ടികളിലും എന്തൊക്കെ കാപ്പബിലിറ്റീസ് അവർക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിപ്പിക്കാനായിട്ട്. ഏത് തരം കണ്ടന്റ് ആണെങ്കിലും ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ഓക്കെ, അപ്പൊ ഓരോ വ്യക്തിയുടെ വികസനത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഓരോ വ്യക്തിയുടെ വികസനം പലതരത്തിലാണ്. ഓക്കെ,
വ്യത്യാസങ്ങളിലൂടെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. Then last point എന്താണ്? The child develops as a unified whole. The child develops as a unified whole. ഡെവലപ്മെന്റിന്റെ അവസാനത്തെ പ്രിൻസിപ്പിൾ എന്താണ് സൂചിപ്പിക്കുന്നത്? വായിച്ചു നോക്കൂ. The child develops as a unified whole. ചില പോയിന്റ്സ് ഒക്കെ നമുക്ക് സ്വയം വായിക്കാൻ പറ്റുന്നുണ്ടോ, അർത്ഥം കാണാൻ പറ്റുന്നുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. യൂണിഫൈഡ് ഹോൾ. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് ജനിച്ച അന്ന് മുതൽ അവന്റെ മരണം വരെ അവനിൽ പൂർണ്ണമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഡെവലപ്മെന്റ്. കുട്ടിയുടെ ഏകീകൃതമായിട്ട് കുട്ടിക്ക് മൊത്തത്തിൽ യൂണിഫൈഡ് ആയിട്ട് കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഏത് കുഞ്ഞിനെ എടുത്ത് നോക്കിയപ്പോൾ എന്താണ്? അവന്റെ ജനനം മുതൽ അവന്റെ അടുത്ത ലാസ്റ്റ് ആ മൊമെന്റ് വരെ അവന് എന്തുണ്ട്? അതായത് അവന്റെ ജീവിതത്തിൽ മൊത്തമായിട്ട് ഹോൾ ലൈഫിൽ അവന് മൊത്തം എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ? ഓക്കെ. പക്വത എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് പക്വത എത്തുന്ന മെച്ചൂർഡ് ആവുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിൽ ഉടനീളം ആജീവനാന്തായിട്ടുള്ള ലൈഫ് ലോങ് പ്രോസസ് ആണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മൊത്തമായിട്ട്, അതായത് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവസാനം വരെ അവന് എന്ത് സംഭവിക്കുന്നുണ്ട്? വികസനം സംഭവിക്കുന്നു എന്നതാണ് ഡെവലപ്മെന്റിന്റെ ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ പ്രിൻസിപ്പിൾ എല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ഒരുപാട് ചോദ്യങ്ങൾ എക്സാം നമ്മൾ ചോദിക്കാറുണ്ട്. തിരിച്ചും മറിച്ചും ഇതിൽ ഏതാണ് പ്രിൻസിപ്പിൾ, എല്ലാവരും ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതൊക്കെയെന്ന് ചോദിക്കും. അല്ലാത്ത ഏതൊക്കെയാണ്? അങ്ങനെ വന്നാൽ ഇങ്ങനെയാകുമോ, ഇങ്ങനെ വന്നാൽ അങ്ങനെയാകുമോ എന്നൊക്കെ ചില രീതിയിൽ കുഴപ്പിച്ചൊക്കെ ചില ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഇതിൽ തന്നെ സെന്റൻസിൽ തന്നെ ചോദിക്കാറുണ്ട്. ഡാഷ് ഹെൽപ്സ് ഇൻ അവർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡെവലപ്മെന്റ്. ഡാഷ് കൊടുത്തിട്ട് അവിടെ എന്താണ് ആൻസർ വരുന്നത്? ആൻസർ ഡെവലപ്മെന്റ്. ഓക്കെ, മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് വരുന്നത്. യെസ്. പിന്നെ അതേപോലെ തന്നെ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡിഫറൻസസും നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ രണ്ട് ബോക്സും ഈ ഒരു ബോക്സും പ്രിൻസിപ്പൽസും നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ. ഇനി നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒന്ന് കാണിക്കാവോ? വായിച്ചാൽ മതി. രണ്ട് ഡെഫിനിഷൻസ് വെച്ച് വായിച്ചാൽ മതി കേട്ടോ. എത്ര ഡെഫിനിഷൻസ് എഴുതി നിങ്ങള്? ഗ്രോത്തിന്റെയും അഞ്ചെണ്ണം അല്ലേ? Growth and development definition. In the context of childhood development, growth is defined as an irreversible constant increase in size, and development is defined as growth in psychomotor capacity. Why that answer? Growth means an increase in size and weight of the body. Development means important in skills and abilities. ഓക്കെ. അത് ആരുടെ ഡെഫിനിഷനാണ് വായിച്ചത്? ഞാൻ നോക്കിയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല മിസ്സേ. ഞാൻ ഇങ്ങനെ ആരെ എഴുതിയെന്നൊന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആരാണ് എഴുതിയത് പറയണോന്ന്. ആ മിസ് പറഞ്ഞു, പക്ഷെ ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ശരി, വിസ്നിയ ഒന്ന് വായിക്കോ. വിസ്നിയ. മാം, ഞാൻ എഴുതിയതിലും പറഞ്ഞ ആളുടെ നെയിം ഒന്നുമില്ല, ഡെഫിനിഷൻ ആയിട്ടേ കിട്ടിയിട്ടുള്ളൂ. ആണോ? എഴുതിയിട്ടുണ്ട് മിസ്സേ. മാം, രണ്ടും കൂടെ ഒരുമിച്ച് ഒരാൾ പറഞ്ഞിട്ടുള്ള അങ്ങനെ എഴുതിയിട്ടുണ്ട്. 5 ഡെഫിനിഷൻസ് കിട്ടിയിട്ടുണ്ട്. അത് എവിടെയൊന്ന് വായിക്കാ പോരെണ്ണം. Frank. Growth is regarded as multiplication of cells as growth in height and weight, while development refers to change in the organism as a whole. ആരാ എഴുതിയത്? Frank. ആരാ? Frank. ഫ്രാങ്ക്. ഓക്കെ, ശരി. ഓക്കെ ഡോക്ടർ. Then next
J.E. Anderson. Development is concerned with growth as well as those changes in behavior which results from environment. നിങ്ങളിപ്പോ എഴുതിയ ഡെഫിനേഷൻസിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലായ ഏതെങ്കിലും ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാട്ടെ. ഇവിടെ ജ്ഞാനികൾക്ക് മനസ്സിലായവരുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ചിലർക്ക് ചിലപ്പോൾ നിർവചനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്ന നോക്കാൻ പറഞ്ഞിരുന്നപ്പോൾ. ഓക്കെ, ഡിക്റ്റി ഒന്ന് വായിക്കോ. ഡിക്റ്റി ഓക്കെ പറയാം. അക്കോർഡിംഗ് ടു തോമസ് പറഞ്ഞ ഡെഫിനിഷൻ ആണ്. Thomas refers to the meaning of development as a process of historical change, which was first conceptualized as a process of structural societal change. ഇതാണ് തോമസ് പറഞ്ഞേക്കുന്നത്. Okay, shall I read? Sorensen, the author Sorensen, saying that growth to an increase in body and weight. Growth എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ വെയിറ്റ്, നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റും ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതാണ് സോറിൻസൺ എന്ന് പറഞ്ഞ ഓതർ പറയുന്നത്. നെക്സ്റ്റ് ഫ്രാങ്ക് സ്റ്റേറ്റ്സ് ദാറ്റ് the changes occurring in any physical aspects are known as growth. ഫ്രാങ്കും സെയിം ഇത് പറയുന്ന ഫിസിക്കൽ ഗ്രോത്ത് തന്നെ ഉദ്ദേശിക്കുന്നത് ഇതിൽ. ചില ഡെഫിനേഷൻസ് നമുക്ക് ചിലപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ലേ, പല സൈക്കോളജിസ്റ്റുകളും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട്. പക്ഷെ ചിലവരുടെ എന്താണ് കുറച്ചും കൂടി ഇപ്പൊ വായിച്ച ഡെഫിനേഷന് കുറച്ചും കൂടി നമുക്ക് സിമ്പിൾ ആയിരുന്നു അല്ലെ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അത്രേ ഉള്ളൂ അതിനെ പറയാനായിട്ട്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയേണ്ട കുറെ ഡെഫിനേഷൻസ് നമ്മളിപ്പോ ക്രോമിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ കാണും. ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കി എടുത്താൽ മതിയായിരുന്നു എല്ലാവരും. വേറെ ആരാ വായിക്കുന്നത്? ഞാൻ വായിക്കാം സർ. J.E. Anderson. Growth is the process by which one individual organism increases in size and in various dimension. വ്യക്തിയുടെ വലിപ്പത്തിലും വിവിധ ആളുകളിലും ഉണ്ടാകുന്ന വർധനമാണ് ശാരീരിക വളർച്ച. ഡെവലപ്മെന്റിന്റെ ബെഞ്ചമിൻ സ്പോക്ക് പറഞ്ഞത്, ട്രസ്റ്റ് യുവർ സെൽഫ്, യു നോ മോർ ദാൻ യു തിങ്ക് യു ഡു. നിങ്ങൾ സ്വയം വിശ്വസിക്കുക, നിങ്ങൾക്കുള്ള അറിവ് നിങ്ങൾ കരുതുന്നതിൽ കൂടുതലാണ്. വേറെ ആരൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്? നെക്സ്റ്റ് ഞാൻ വായിക്കാം. അഖില. തോടിന്റെ ഒരു ഡെഫിനിഷൻ ആരെയാണ്? തോട്. Growth refers to increase in size, length, and weight. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ശാരീരികമായിട്ട് ഉണ്ടാവണമെന്നില്ലെങ്കിൽ ലെങ്ത് വെക്കുക അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവുക അങ്ങനെയുള്ളതാണ്. ഡെവലപ്മെന്റ് ഈസ് ദ ബോർഡർ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ് ഓഫ് ചേഞ്ച് ആൻഡ് മെച്ചുറേഷൻ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് മെഷർ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഗുണങ്ങള് നിറഞ്ഞതാണ്. അതൊരെണ്ണം. പിന്നെ മോസിന്റെ ഒരു ഗ്രോത്തിന്റെ ഉണ്ട്. ചേഞ്ച് ഇൻ എനി മോർഫോളജിക്കൽ പാരാമീറ്റർ വിച്ച് ഈസ് മെഷറബിൾ. ഗ്രോത്ത് എന്ന് വെച്ചാല് മെഷറബിൾ ആണെന്ന്, ഗ്രോത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയതാണെന്ന് മോസിന്റെ. പിന്നെ ഗ്രോത്തിന്റെ തന്നെ JS ഹക്സ്ലിയുടെ ഒരെണ്ണമുണ്ട്. സെൽഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ലിവിങ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഗ്രോത്ത്. പിന്നെ എൻലോഡ് ഡെവലപ്മെന്റിന്റെ ഒരെണ്ണമുണ്ട് കേട്ടോ. ഡെവലപ്മെന്റ് കാനോട്ട്സ് a maturation process involving progressive differentiation at the cellular and tissue levels. Okay. ശരി, നിങ്ങളെല്ലാവരും പല ഡെഫിനേഷൻസ് കേട്ടല്ലോ. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞപ്പോ ഇപ്പൊ വികസനത്തെ കുറിച്ചിട്ടാണെങ്കിൽ വളർച്ചയെ കുറിച്ചിട്ടാണെങ്കിൽ പലവരും എന്താണ്, പല സൈക്കോളജിസ്റ്റുകളും അവരുടേതായിട്ടുള്ള ആ ഒരു കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ രണ്ടിനെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി വേറൊരു ടാസ്ക് വരുന്നതെന്ന് വെച്ചാല് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡെഫിനിഷൻ കണ്ടെത്താൻ പറ്റുമോ? സ്വന്തമായിട്ട് മലയാളത്തിലോ ആകാം ഇംഗ്ലീഷിലോ ആകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജില് കുറച്ച് സെന്റൻസ് വെച്ച്, വളരെ കുറച്ച് സെന്റൻസ് വെച്ചിട്ട് ഗ്രോത്തും ഡെവലപ്മെന്റും ഒന്ന് ചെയ്യാൻ പറ്റുമോ?
സമയം എടുത്ത് ചെയ്താൽ മതി, പെട്ടെന്നൊന്നും ചെയ്യണ്ട. നെക്സ്റ്റ് വീക്കിൽ ചെയ്യണമെന്നില്ല, നിങ്ങൾ അടുത്ത വെനസ്ഡേ ചെയ്താൽ മതി. അടുത്ത വെനസ്ഡേ ചെയ്യാൻ പറ്റുമോ? സ്വന്തമായിട്ട് കാര്യം പറ്റണം. അക്കോർഡിംഗ് ടു സ്റ്റെഫി ജോസഫ് എന്ന് പറഞ്ഞു തുടങ്ങാം. പഠിക്കാനുള്ള ഡെഫിനിഷൻ ആയില്ലേ? നിത്യ, അങ്ങനെ നിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ഡെഫിനിഷൻ സ്വന്തമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഒരെണ്ണം മതി, ഒരെണ്ണം. രണ്ടിനെയും കുറിച്ച് ഒരെണ്ണം, ഡെവലപ്മെന്റിനെയും കുറിച്ച്. നിങ്ങൾക്ക് രണ്ടും കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് എഴുതാം. ഇവിടെ ടെക്സ്റ്റിൽ കാര്യങ്ങളൊന്നും നോക്കി എഴുതരുത്. നിങ്ങളുടേതായ സെന്റൻസ് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. നമ്മൾ ചെയ്തു നോക്കിയോ തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റുണ്ടോ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒന്നും ചെയ്യാതെ ഇരുന്നാൽ നമ്മളെ തന്നെ നമ്മൾ പലതും അറിയാണ്ടായിരിക്കും. ഓക്കെ, യെസ്, ശരി. നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നോക്കുന്നത്. ബാക്കിയുള്ളവരെ എല്ലാവരെയും കൂടെ നമുക്ക് വായിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. The main factors that affect growth and development are heredity and environment. വളർച്ചയെയും വികസനത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹെറിഡിറ്റിയും എൻവയോൺമെന്റ് ആണ്. എന്താണ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? പാരമ്പര്യവും പരിസ്ഥിതിയുമാണ് അല്ലെ? പാരമ്പര്യവും പരിസ്ഥിതിയുമാണ് ഒരാളുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സ്വാധീനിക്കുന്ന പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് പഠിക്കുന്നുണ്ട്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടർ, ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. നോക്കാം. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടറിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഫിസിക്കൽ ഫീച്ചേഴ്സ്, കളർ ഓഫ് ദ സ്കിൻ, ഐസ് ആൻഡ് ഹെയർ, ഷേപ്പ് ഓഫ് നോസ് ആൻഡ് ഇയേഴ്സ് ലൈക്ക്. എന്താണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഫിസിക്കൽ ഫീച്ചേഴ്സ് അതായത് നമുക്ക് നമ്മുടെ ചിലർ പറയാറില്ലേ, എന്റെ അമ്മയുടെ പോലത്തെ മുടിയാണ്, എന്റെ അമ്മയുടെ മൂക്കാണ്, അമ്മയുടെ കണ്ണാണ്, അച്ഛന്റെ കണ്ണാണ്, ചേച്ചിയുടെ കണ്ണാണ്, വീച്ചന്റെ കണ്ണാണ് എന്നൊക്കെ പറയാറില്ലേ നമ്മള്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്? പാരമ്പര്യമായിട്ടാണ് നമുക്ക്. ഇപ്പൊ ചിലവർക്ക് നല്ല അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടെങ്കിൽ മോൾക്കും ചിലപ്പോൾ അതേപോലെ മുടി ഉണ്ടാവും. പക്ഷെ അച്ഛന്റെ ഇതില് മുടി കുറവുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് ചിലപ്പോൾ അത് കിട്ടുന്നതല്ല അല്ലെ? ഓക്കെ, അപ്പൊ അത് നമ്മുടെ സ്കിന്നാണെങ്കിലും ഐസ്, ചിലർക്ക് ബ്രൗൺ ഐസ് ഉള്ളവരുണ്ടാവും, പൂച്ചക്കണ്ണ് അല്ലെ, പൂച്ചക്കണ്ണ് നീല കളറിൽ ഐസ് ഉള്ളവരുണ്ടാവും. കണ്ണിൽ തന്നെ പല വേരിയേഷൻസ്, ഇപ്പൊ ഉണ്ട കണ്ണുള്ളവരുണ്ട്, ചെറിയ കുഴിഞ്ഞ കണ്ണുള്ളവരുണ്ട്, നീളം കണ്ണുള്ളവരുണ്ട്, അങ്ങനെ പല ടൈപ്സ് അല്ലെ. നമ്മുടെ ഫിസിക്കൽ ഫീച്ചറിൽ പല ഫീച്ചേഴ്സും എന്താണ്, പല രീതിയിലാണ്. അതൊക്കെ നമുക്ക് കിട്ടുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? നമ്മുടെ ശരിക്കും ചെവി മൂക്കൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മുടെ വളർച്ചയുടെ വികസനത്തിനും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറായ ഹെറിഡിറ്ററി ഫാക്ടറിലെ ആദ്യം വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്. അത് നമ്മളെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നത്. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന നമ്മുടെ സ്കിൻ ടോണ്, ഐസ്, ഹെയർ കളേഴ്സ് അല്ലെങ്കിൽ ഹെയർ ഷേപ്സ്, പിന്നെന്താണ് ഷേപ്സോ നോട്ട്സോ, അല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ ഷേപ്സും മൂക്കിന്റെ ഷേപ്പ് ഒക്കെ എന്താ, നമുക്ക് ഇതെല്ലാം തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നെക്സ്റ്റ് ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് പറയുന്നത് സെക്സ് ആണ്. അതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹെറിഡിറ്ററി ഫാക്ടർ എന്ന രീതിയിൽ സെക്സ് ഇവിടെ എങ്ങനെ നമുക്ക് പറയാം? ആൺകുട്ടി പെൺകുട്ടി ആവണ അങ്ങനെയാണോ? പാരമ്പര്യമായിട്ട് ആൺകുട്ടികള് പെൺകുട്ടികള് വരുന്നത് അത് ശരിയാണ് അല്ലെ? പാരമ്പര്യമായിട്ട് ഇപ്പൊ ചിലവരുടെ ഫാമിലി പെൺകുട്ടികളെ ഉണ്ടാവില്ല അല്ലെ? ചിലവരുടെ ഫാമിലി പെൺകുട്ടികളെ ഉണ്ടാവില്ല, ആൺകുട്ടികളായിരിക്കും അല്ലെ? പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം ചിലപ്പോ തലമുറകൾ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഹസ്ബൻഡാണ് കഴിച്ചില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തലമുറ വരുന്ന സമയത്ത് മാത്രം ചിലപ്പോൾ ഒരു പെൺകുഞ്ഞ് ജനിച്ചത് വരാം അല്ലെ? അതായത് കുറെ നാളുകൾക്ക് ശേഷം. അതുവരെ ആ തലമുറയിൽ എന്തായിരുന്നു? ആൺകുട്ടികളുടെ ഒരു പരമ്പര തന്നെയാണ്. ഓക്കെ, അപ്പോ അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അല്ലെ? ഇപ്പൊ
അതേപോലെ തന്നെ അവരുടെ അച്ഛന്റെ മക്കളും അങ്ങനെയാണ്. എല്ലാവർക്കും 4 പേരും കാര്യം പറഞ്ഞോട്ടെ, എന്തോ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഇത് പറഞ്ഞത് കൊണ്ട് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില്, അതായത് തലമുറയില് കുട്ടികള് ഫുൾ ആൺപിള്ളേരാണ്. എല്ലാവർക്കും ആൺപിള്ളേരാ, പെൺപിള്ളേര് അങ്ങനെ ഉണ്ടാകുന്നില്ല. ഹസ്ബൻഡിന്റെ മൂത്ത ചേച്ചിക്ക് 3 ആൺപിള്ളേര്, രണ്ടാമത്തെ ചേച്ചിക്ക് ആൺപിള്ളേര്, ചേട്ടാനിയും മക്കൾക്കും എല്ലാം ആൺപിള്ളേരാണ്. അപ്പൊ പറയാൻ വന്നത് എന്താണ്? അത് പറഞ്ഞതാണ്, എക്സാമ്പിൾ പറഞ്ഞതാണ് അല്ലേ? ആണോ ചെത്തി? എക്സാമ്പിൾ പറഞ്ഞതാണോ? പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഇത് ശരിയാണ്, ലിൻഷി പറഞ്ഞ പോലെ ട്വിൻസ് അല്ലെ? ട്വിൻസും അതേപോലെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് അവിടെ സെക്സ് എന്ന രീതിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നെക്സ്റ്റ് ഹെറിഡിറ്ററി ഡിസീസസ് അല്ലേ? എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറെ അസുഖങ്ങളുണ്ട്. എന്തൊക്കെ വരും അതില്? പ്രഷർ നമുക്ക് പറയാൻ പറ്റില്ല, പാരമ്പര്യ അസുഖമാണ് പ്രഷർ. ക്യാൻസർ പറയില്ലേ മിസ്? ക്യാൻസർ പാരമ്പര്യമായിട്ടുണ്ടാവും. ക്യാൻസർ പറയാൻ പറ്റില്ല പാരമ്പര്യ അസുഖമായിട്ട്. അല്ല, ഡോക്ടറോട് ചോദിച്ചപ്പോ ചിലപ്പോ അങ്ങനെ പാരമ്പര്യമായിട്ട് ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ചില കാരണങ്ങൾ ക്യാൻസർ ഡിസീസസ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് പിരിഞ്ഞു വന്നതല്ലേ? അലർജി പ്രശ്നം എനിക്കുള്ളതാണ് കിട്ടിയത്. ശ്വാസം മുട്ടൽ, ശ്വാസം ആസ്മ മുതലായിട്ടുള്ള കാര്യങ്ങള്, തൈറോയിഡ് കുറെ പറയുന്നുണ്ടല്ലോ. വെരിക്കോസ് ഉണ്ടാവോ? ഇതൊക്കെ പാരമ്പര്യ അസുഖങ്ങളല്ല. പ്രഷർ പാരമ്പര്യ അസുഖമാണോ? ഫിക്സ് പാരമ്പര്യ അസുഖമാണ്. അതാണ് ഞാൻ പറഞ്ഞ ആസ്മ, ഫിക്സ്, സീഷർ അല്ലെങ്കിൽ ബസ്മാലോ ഒക്കെ വരുന്നത് പാരമ്പര്യമായിട്ട് ചിലപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് വരാറുണ്ട്. തലവേദന പാരമ്പര്യ അസുഖമാണോ? സ്ട്രോക്ക്, പക്ഷാഘാതം, സ്ട്രോക്കും അതൊക്കെ നമ്മള് സിറ്റുവേഷൻ ഡിപ്പെൻഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പാരമ്പര്യ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതായത് ഇപ്പൊ ലൈഫ് സ്റ്റൈലിലായിട്ട് വരുന്ന കുറെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുന്നതാണ്. കാഴ്ചക്കുറവ് പറയാം. കാഴ്ചക്കുറവ്, കേൾവിക്കുറവൊക്കെ നമുക്ക് വേണമെങ്കിൽ പാരമ്പര്യ അസുഖങ്ങളായിട്ട് പറയാറുണ്ട് അല്ലെ? ഓർമ്മക്കുറവ് പാരമ്പര്യ അസുഖമാണ്. ഓക്കെ, മൈഗ്രെയിൻ പാരമ്പര്യമല്ലോ. മൈഗ്രെയിൻ ഒക്കെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അസുഖങ്ങളാണ്. നിങ്ങൾ ആരോടാ പറയണേ? എനിക്ക് സിവിയർ മൈഗ്രെയിൻ ആണ്. 8-10 വർഷത്തിൽ കൂടുതലായി. ഇതിന്റെ പാരമ്പര്യം എന്റെ വീട്ടിൽ ആർക്കുമില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് സംഭവിക്കുന്നതാണ്. പുളി കൂടുതലുള്ളത്, മസാല കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ അമിതമായിട്ട് ലൈറ്റിന്റെ ഒക്കെ പ്രവാഹം വരുന്ന സമയത്തൊക്കെ നമുക്ക് സിറ്റുവേഷൻ ബേസ്ഡ് ഉണ്ടാവുന്ന അസുഖമാണ് അതൊക്കെ. പക്ഷെ കുറെ നാളെ നിലനിൽക്കും. ഞാനിത് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ ഡോക്ടർ പറയുന്ന ഡോക്ടർക്ക് ഉണ്ട് മൈഗ്രെയിൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ഡോക്ടറെ കാണിക്കുന്ന ഡോക്ടർ 80% പേർക്കും മൈഗ്രെയിൻ ഉണ്ട്. ഓക്കെ, എന്തോ ഞാന് മൈഗ്രെയിന് കാണിക്കാൻ പോയപ്പോ ഡോക്ടർ ആദ്യം ചോദിച്ചത് വീട്ടില് അച്ഛനമ്മയ്ക്കും ഉണ്ടോ? പറയടോ, പതുക്കെയാണ് പറയണേ. ഡോക്ടർ ചോദിച്ചിട്ട് വീട്ടിൽ ആരൊക്കെയെങ്കിലും അച്ഛനമ്മയ്ക്കോ ഉണ്ടോ മൈഗ്രെയിൻ എന്നാണ്. ആണോ അങ്ങനെ ചോദിച്ചേ? അപ്പൊ ഡോക്ടർ പറഞ്ഞ പാരമ്പര്യമാണ്. എന്നോട് ഡോക്ടർ പറഞ്ഞ അല്ലാന്നാണ് പറഞ്ഞത്. പാരമ്പര്യ അല്ല, സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. നമുക്ക് ഏത് ഡോക്ടർ പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല അല്ലെ? പല കാര്യങ്ങളും ഡോക്ടർ പറയുമ്പോൾ നമ്മൾ ആ ഡോക്ടറെ കാണും. പിന്നെ വേറെ കുറച്ച് ആയിരിക്കും പറയുന്നത് നമ്മൾ അങ്ങനെ ആ ഡോക്ടറെ പോയി കാണും. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത് അല്ലെ? ആരെങ്കിലും പറയും ഏറ്റവും വിശ്വാസമായിട്ട് ഒരു ഡോക്ടറെ പറയാനും നമ്മൾ അവരെ ഇതിൽ പോയി കാണുന്നതാണ്. അവരുടെ ഒരു വിശ്വാസം പോയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഡോക്ടറെ പോകും. ഇങ്ങനെയാണ് എല്ലാ മലയാളികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളികളല്ല, എല്ലാവരും.
കുട്ടികൾ ഉണ്ടാവാത്തത് പാരമ്പര്യത്തിന്റെ പറ്റി. കുട്ടികൾ ഉണ്ടാവാത്തത് മൂക്കിന്റെ വളവേ ഞങ്ങള് എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട് മൂക്കിന്റെ വളവ്. മൂക്കിന്റെ വളവ്. അതാണ് നമ്മൾ അതുപോലെ കാലിലുണ്ടാകുന്ന വളവ്, കാലിന് നീളക്കുറവ് പാരമ്പര്യം. ചില ഡിഫക്ട്സുകൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. എന്റെ മക്കളുടെ കാലിന് നീളക്കുറവ്, അവർ അച്ഛനെ പോലെ. അവർ അച്ഛന്റെ അച്ഛനും അങ്ങനെയാണ്, വല്യച്ഛന്റെ അച്ഛനും അങ്ങനെ. ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഒത്തിരി ഇല്ല, ഒരു ശകലം നീളക്കുറവാണ്. ഇപ്പൊ ട്രീറ്റ് ചെയ്യാൻ പറ്റാലോ, ഫിസിയോതെറാപ്പിന്റെ പോലെ കുറെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇല്ലേ, മാറ്റാൻ പറ്റുമല്ലോ ഒക്കെ? ഇല്ല, അങ്ങനെ പറ്റത്തില്ല. നമ്മളത് അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു പറഞ്ഞു പെൻഷൻ അപേക്ഷ കൊടുക്കാൻ പറയും. വേറെ വീട്ടിൽ നിന്ന് ഓടിച്ചു. അതിന്റെ ആവശ്യമില്ല, ഒരു പാരമ്പര്യമായിട്ട് അങ്ങനെ കാലിന് നീളക്കുറവുള്ളവരാ. അവർക്ക് അതൊരു വലിയ ഇതായിട്ട് വെച്ചിരിക്കുക, പാരമ്പര്യമാണെന്നും പറഞ്ഞ്. പക്ഷെ അതൊക്കെ ട്രീറ്റ് ചെയ്താൽ മാറുന്നതായിരിക്കുമോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത്രയ്ക്ക് നീളക്കുറവല്ലേ, നമ്മുടെ മമ്മൂട്ടി ഫാമിലി പോലെ ശകല ഒരു നീളക്കുറവ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ പഠിച്ച എന്താണ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നമ്മുടെ വളർച്ചയെയും വികാസത്തെയും സംബന്ധിക്കുന്നത്. അതിനേക്ക് അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടർ. ഫസ്റ്റ് വന്ന് പഠിച്ച എന്താണ് നമ്മള് ഫിസിക്കൽ ഫീച്ചേഴ്സ്. അതില് സ്കിന്നിന്റെ കളറ്, സ്കിൻ ടോൺ, ഐഡിന്റെ കണ്ണിന്റെ ഷേപ്പ്, മുടിയുടെ ഷേപ്പ്, നോസ്, എല്ലാ ഓർഗൻസിൽ വരുന്ന തരത്തില് ഫിസിക്കൽ ഫീച്ചേഴ്സിൽ എന്തൊക്കെ പാരമ്പര്യമായിട്ട് നമുക്ക് അതൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ സെക്സ്, ഹെറിഡിറ്ററി ഡിസീസ്, ഈ തരത്തിലുള്ള പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ. ഇതാണ് എന്തിൽ വരുന്നത്, ഹെറിഡിറ്ററി ഫാക്ടറിൽ വരുന്നത്. അത് മൂന്ന് ഓക്കെയാണോ നിങ്ങൾക്ക്? മൂന്ന് മനസ്സിലായോ? ഓക്കെ മാം. ഇനി നെക്സ്റ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മള്. ഒന്ന് നമ്മൾ പഠിച്ചു ഹെറിഡിറ്ററി, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. പാരിസ്ഥിതികമായിട്ടുള്ള ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? പ്രീ നാച്ചുറൽ ആൻഡ് പോസ്റ്റ് നാച്ചുറൽ. വാട്ട് ഈസ് പ്രീ നാച്ചുറൽ ആൻഡ് പോസ്റ്റ് നാച്ചുറൽ? പ്രീ നാച്ചുറൽ മീൻസ് പ്രസവത്തിന് മുൻപുള്ള ബിഫോർ ബർത്ത്. പോസ്റ്റ് നാച്ചുറൽ എന്താണ്? ആഫ്റ്റർ ദ ബർത്ത് അല്ലെ, പ്രസവത്തിന് ശേഷമുള്ള കാലഘട്ടം. ഒരു കുട്ടിയുടെ വളർച്ചയെയും വികാസത്തിനെയും സ്വാധീനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് എന്ത്? പ്രീ നാച്ചുറൽ, പോസ്റ്റ് നാച്ചുറൽ. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇവിടെ നടക്കുന്ന ഏതുതരം വേരിയേഷൻസും ആ കുഞ്ഞിന്റെ വളർച്ചയെയും വികാസത്തെയും ഒരുപോലെ ബാധിക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പൊ പ്രസവത്തിന് മുൻപുള്ള കാലഘട്ടത്തില് എന്തൊക്കെ, ഒരു കുഞ്ഞിന്റെ ജനനത്തിന് മുൻപായിട്ടുള്ള സമയത്ത് ആ കുഞ്ഞിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയായിരിക്കുള്ളൂ ആ പ്രഗ്നൻസി പീരീഡില്? എന്താ, കുട്ടിന്റെ അമ്മന്റെ സങ്കടങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അമ്മയുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെ? പിന്നെ ഫിസിക്കൽ ഹെൽത്ത്, ബിപിയും ഷുഗറും കൂടാനും കുറയാനും പറ്റാത്ത. അത് മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് വരും. അതേപോലെ തന്നെ ന്യൂട്രിയൻസ് എന്താണ്? അല്ലെ, നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങൾ കഴിച്ചാൽ മാത്രമേ കുഞ്ഞിന് നല്ല രീതിയിലുള്ള വളർച്ചയും ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലെ, ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു മെന്റൽ ഹെൽത്ത് പറഞ്ഞു, പിന്നെന്താണ് ന്യൂട്രീഷൻസ് പറഞ്ഞു, പിന്നെന്താണ് കേൾക്കാം, ചെറിയ യോഗ, ബ്രീത്തിങ് എക്സസൈസ് അല്ലെ. ഇതെല്ലാം മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അല്ലെ. മാനസികമായിട്ട് അമ്മയുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമ്മ എപ്പോഴും നമ്മൾ പറയാറില്ല, പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. കാരണം എന്താണ്, കുഞ്ഞിനെ അത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു സമയത്ത് ദേഷ്യവും വാശിയൊന്നും കാണിക്കരുതെന്ന് പറയാറുണ്ട് അല്ലെ. നിങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു? പലർക്കും പല വേരിയേഷൻസിലായിരിക്കും പല അനുഭവങ്ങൾ അല്ലെ. ചിലവർക്ക് പ്രഗ്നൻസി പീരീഡ് വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞവരുണ്ടാവും, ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ. പക്ഷെ ചിലവരെന്താണ്, കോംപ്ലിക്കേഷൻസ് ഉണ്ടായതായിരിക്കാം, മിക്സ്ഡ് ആയിട്ട് ഉണ്ടാവാം. പിന്നെ നമുക്ക് ശാരീരികമായിട്ട് പല വ്യതിയാനങ്ങൾ പലർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത് അല്ലെ. ചിലവര് നമ്മൾ
എന്റെ മൂത്ത മോനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഛർദിയിലായിരുന്നു. 9-ാം മാസം വരെ ഭയങ്കര ഛർദിലായിരുന്നു. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ ഇല്ലേ മോന് ഭയങ്കര ഒരു ഭക്ഷണത്തോടെ ഒരു വല്ലാത്തൊരിത് ഒന്നും കിട്ടാത്തോണ്ടായിരിക്കും. അതുള്ളത് നമ്മളെ ഛർദിച്ച് കളഞ്ഞ് വരുന്ന കുഞ്ഞെല്ലാം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഡ്രിപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇതാവുന്നത്. പിന്നെ കരിക്കും വെള്ളമായിരിക്കും മെയിനായിട്ട്. ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. പ്രീനാച്ചലും പോസ്റ്റ് നാച്ചലൊക്കെ എന്തൊക്കെ വരുന്നത് പഠിക്കാനുണ്ട്. അതിന് മുമ്പായിട്ടുള്ള ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? Montessori is in line with modern psychologists who acknowledge the influence of both nature and nurture. She writes about inherited characteristics and predetermined patterns of behavior, but she also approves of the very strong influence of environmental conditions. ഇവിടെ മോണ്ടിസോറി പറയുന്ന ഒരു കുറച്ച് ലൈൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ മോണ്ടിസോറി പറയുന്നത് എന്താണ്? അതിന് മുമ്പ് ചോദിക്കട്ടെ, മോണ്ടിസോറിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടില്ലേ എല്ലാവരും? മാഡം മോണ്ടിസോറിനെ കുറിച്ച് പഠിച്ചോ? ദിശാമിസ് കുറച്ച് പറഞ്ഞായിരുന്നു. കുറച്ച് പറഞ്ഞാണ്. ഏറ്റവും കൂടുതൽ അറിയേണ്ട ആളാണ് കേട്ടോ നമ്മുടെ ഈ കോഴ്സിന്റെ ഏറ്റവും ഭാഗമായിട്ട് നമ്മളെ ഏറ്റവും കംപ്ലീറ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണത് മാഡം മോണ്ടിസോറി കേട്ടോ. ഓക്കെ, അവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഇല്ല അല്ലെ? അവരില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് ചിലപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടുവന്നാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. പക്ഷെ നല്ലോണം നിങ്ങളത് പഠിക്കുമ്പോൾ ഏറ്റവും ആ ഒരു വ്യക്തിയെ ഏറ്റവും അടുത്തറിയുന്ന രീതിയിൽ ആരെയും ടീച്ചർ വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്ത് തരും. നിങ്ങൾ നല്ല രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അതായത് മോണ്ടിസോറി എന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു കോഴ്സ് ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻവയോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്തത്? നമുക്ക് വളരെ നമ്മൾ നോർമലി സ്കൂളുകളിൽ എടുത്ത് നോക്കുന്ന ഏറ്റവും ഡിഫറെന്റ് ആയിട്ടൊരു എൻവയോൺമെന്റ് ആണ് മോണ്ടിസോറിയിലുള്ളത്. മോണ്ടിസോറി ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. മറ്റ് ടീച്ചേഴ്സിന്റെ ആ ഒരു ലെവലല്ല മോണ്ടിസോറി ടീച്ചേഴ്സ്. ലെവൽ മീൻസ് നിങ്ങൾക്ക് പഠിച്ച കോഴ്സ് കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്തതാണ് കേട്ടോ. അതവിടെ പറയാം. ഇവിടെ മോണ്ടിസോറി പറയുന്നത് എന്താണ്? മോഡേൺ സൈക്കോളജിസ്റ്റുകളുടെ കാര്യം പറയുന്നത്. മോഡേൺ സൈക്കോളജിസ്റ്റുകളെ പറയുന്നത് എന്താണ്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ച വികാസത്തിനെ സ്വാധീനിക്കുന്നത് നേച്ചറും നർച്ചർ ആണെന്നാണ് പറയുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് ബോത്ത് നേച്ചർ ആൻഡ് നർച്ചർ. നേച്ചറും നർച്ചറും എന്താണ്? നേച്ചർ ആൻഡ് നർച്ചർ. നേച്ചർ എന്ന് പറഞ്ഞ സ്വഭാവം. നർച്ചറോ? അറിയില്ല. പരിപോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നത് നർച്ചർ ചെയ്യാന്ന് പറയില്ല നമ്മൾ. നർച്ചർ ചെയ്യാ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? വികസിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുക. വികസിപ്പിക്കുക, പ്രതിഫലിപ്പിക്കുക. ഇവിടെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെന്റൻസില്? മാനസികമായ ഡെവലപ്മെന്റ്. കുട്ടികളെ പ്രകൃതിയോട് ഇണങ്ങി അല്ലെങ്കിൽ കുട്ടികളെ നേച്ചർ എന്ന് പറയുന്നത് ബോത്ത് നേച്ചർ ആൻഡ് നർച്ചർ എന്ന രീതിയിൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് സൈക്കോളജിസ്റ്റുകള്? കുഞ്ഞുങ്ങളും പ്രകൃതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല അല്ലെ? പ്രകൃതിയും നമ്മളും തമ്മിൽ ഒരു ബന്ധമില്ല അല്ലെ? എന്ത് ബന്ധമാണ്? നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? പ്രകൃതിയെ അറിഞ്ഞ് വളരുക. കളിക്കുന്നതും ഇതൊക്കെ കുട്ടികളാണ്. എന്തോ? പ്രകൃതിയായിട്ട് കൂടുതൽ ഇടപെടുന്നത് കുട്ടികളാണ്. പ്രകൃതിയെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മുടെ ചുറ്റുപാടുന്ന് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ മോഡേൺ ആധുനിക മനഃശാസ്ത്രജ്ഞർ അക്നോളജ് ചെയ്യുന്നത് എന്താണ്? കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ശരിക്കും നേച്ചർ ആൻഡ് നർച്ചർ എന്നാണ് പറയുന്നത്. അതായത് കുട്ടികളുടെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഇവിടെ നേച്ചർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറഞ്ഞ നേച്ചർ അല്ല, എൻവയോൺമെന്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. എൻവയോൺമെന്റ് എന്താണ്? നേച്ചർ എന്താണ്? പരിസരം, പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ്.
പ്രകൃതി റിലേറ്റഡ് ആണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അല്ലെ. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ജനനം മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ എന്താണ് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പോലെ തന്നെ ഇവിടെ മോണ്ടിസോറി പറയുന്ന she writes about inherited characteristics and predetermined patterns of behavior, but also approve of the very strong influence of environmental condition. Inherited characteristics. Inherited എന്ന് പറഞ്ഞാൽ എന്താ? Inherited എന്താണ്? പാരമ്പര്യ സ്വഭാവ സവിശേഷതകൾ അല്ലെ. നമ്മുടെ പാരമ്പര്യ സ്വഭാവ സവിശേഷതകളോ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ എല്ലാം തന്നെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് വളർന്നു വരുന്നത്? എൻവയോൺമെന്റൽ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലെ. നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള അവസ്ഥകളുമായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യങ്ങളെല്ലാം തന്നെ എന്തുമായി റിലേറ്റഡ് ആണ്? എൻവയോൺമെന്റൽ കണ്ടീഷൻ, പാരിസ്ഥിതികമായിട്ടുള്ള ഘടകങ്ങളുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, നമ്മളുടെ ഓരോ പാഠഭാഗങ്ങളുടെ ഇടയിൽ ഇങ്ങനെ മോണ്ടിസോറി പറയുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, മോണ്ടിസോറി ഇത് അല്ലാതെ തന്നെ ടീച്ചർ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ മോണ്ടിസോറി ഏറ്റവും കൂടുതൽ അഭിപ്രായപ്പെടുന്നത് കുട്ടികള് എന്താണ് തറയിൽ ഇരുന്ന് പഠിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് തറയിൽ ഇരുന്ന് പഠിക്കണം അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിൽ ഇടയ്ക്ക് ചേർന്ന് പഠിക്കണം എന്ന് പറയുന്നത്? ഒരു മാറ്റോ കാർപ്പറ്റോ ഉപയോഗിച്ചിട്ടായിരിക്കണം അവരെ ക്ലാസ് റൂം സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? വെരി ഗുഡ്. അവർക്ക് ഏത് പൊസിഷനിൽ ഇരിക്കാൻ പറ്റും. നമ്മളൊരു ബെഞ്ചിലോ ചെയറിലോ ഇരിക്കുന്ന സമയത്താണെങ്കിൽ എന്താണ് നമ്മൾ ഒരേ പൊസിഷൻ തന്നെ ഇരിക്കുന്നത് അല്ലെ. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മോണ്ടിസോറി പറയുന്നത് എന്താണ്? അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം അല്ലെ. ഏത് പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവർ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻട്രസ്റ്റഡ് ആവുള്ളതില്. ഓക്കെ, അപ്പൊ അവർ ഏത് പൊസിഷനും സ്വീകരിച്ചോട്ടെ. അപ്പൊ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് മോണ്ടിസോറി ഇവിടെ കൊടുക്കുന്നത്. ഇരിക്കുന്ന ചുറ്റുപാടിൽ അവരെ വളരെ ഫ്രീ ആയിട്ട് ഇരുന്നു കൊണ്ട് ഒരു കാർപ്പറ്റിലോ മാറ്റിലോ ഇരുന്നുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഈ മാറ്റും കാർപ്പറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് വഴി കുട്ടികൾ രണ്ട് കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒന്ന്, കുഞ്ഞുങ്ങൾ തറയിൽ പല ഷേപ്സിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഈ മാറ്റ് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, മാറ്റ് നിവർത്താനും ചുരുക്കാനും കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. റോളപ്പ് ചെയ്യാനും എന്താണ് നിവർത്തി എടുക്കാനൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കണം. അപ്പൊ അവിടെയൊക്കെ എന്താണ് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ അല്ലെ. കൈകൾ അല്ലെങ്കിൽ മൊത്തം കോർഡിനേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി കുഞ്ഞോടെ പഠിക്കണം. അത് എങ്ങനെയാണ് മടക്കാൻ നിവർത്താൻ. നിങ്ങൾക്ക് മാറ്റ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കുഞ്ഞുങ്ങൾ എന്താണ് ആ ഒരു രീതിയിൽ അവരൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മളിപ്പോ വീട്ടിൽ എന്തെങ്കിലും ബെഡ്ഷീറ്റൊക്കെ കിടക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ ചെയ്യേണ്ടാവുന്ന കുഞ്ഞിന്റെ അത് മാറ്റി നമ്മൾ എടുത്ത് വെക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യരുത്. അവരവരുടേതായ ഇഷ്ടത്തിൽ അവരത് ചെയ്തോട്ടെ. ചിലപ്പോൾ മടക്കുന്നതൊന്നും കറക്റ്റ് ആയിരിക്കില്ല. എങ്കിലും എന്താണ് കുഞ്ഞിന്റെ മസിൽ ഡെവലപ്മെന്റ്സ് ഒക്കെ അവിടെ പൂർണ്ണമായിട്ട് അതിനവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് വളരാനായിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും ചെറിയൊരു ടവല് മടക്കാനോ പിന്നെ അവരുടേതായിട്ടുള്ള ഡ്രസ്സ് മടക്കാനോ അവരത് ചെയ്തോട്ടെ. ചെയ്യിപ്പിക്കാതിരിക്കരുത് കേട്ടോ. ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ക്ലാസ് എടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്താലും എന്താണ് നമ്മളൊന്ന് ആദ്യത്തിന് തടസ്സം നിൽക്കും അല്ലെ. വേണ്ട 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 എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം പറയും അല്ലെ. എന്ത് ചെയ്യണേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണ്ട എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാം അല്ലെ. എന്ത് ചെയ്യണോന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കാറില്ല. ചെയ്യണ്ട അരുത് അല്ലെ. അങ്ങനെയല്ലേ പറയാറ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അതിനെ പോയി എന്താണ് അത് ബ്രേക്ക് ചെയ്യരുത്. അപകടമുള്ള കാര്യങ്ങളാണ് നമ്മളത് പറഞ്ഞു മനസ്സിലാക്കുക. അല്ലാത്ത പക്ഷം എന്താണ് അവർക്ക് ആ ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ ആ ഒരു നേച്ചർ അത്ര ഫ്രീ ആക്കി കൊടുക്കുക. അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറാനായിട്ടുള്ള ഒരു അന്തരീക്ഷം അധ്യാപകരും ഒരേപോലെ തന്നെ പാരന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അവരുടെ ചുറ്റുപാടോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു അഗർഭപാത്ര പീരീഡിൽ, അതായത് ആ ഒരു പിക്ചർ പീരീഡിൽ നിന്ന് തുടങ്ങി ഭ്രൂണം എന്ന പീരീഡിൽ തുടങ്ങി പിന്നീട് അവരുടെ ജനനം മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ് സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് അവരുടെ വളർച്ചയും വികാസത്തെയും ഒരേപോലെ തന്നെ സ്വാധീനിക്കും. ഓക്കെ, ഇതിൽ നമുക്കിനി പ്രീ നാറ്റൽ ഫാക്ടേഴ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
പ്രീനാറ്റൽ പ്രസവത്തിന് മുൻപുള്ള കാലഘട്ടത്തില് ഒന്ന് അമ്മയുടെ ആരോഗ്യം അല്ലെ, മാതൃ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമ്മ എപ്പോഴും എങ്ങനെയായിരിക്കണം, വളരെ പ്ലസന്റ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളോട് പറയാറില്ലേ, നിങ്ങൾ പാട്ട് കേൾക്കാൻ പറയും, ടെൻഷൻ വരുന്ന സമയത്ത് പാട്ടുകൾ കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക, നല്ല നല്ല ചെറിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. അതായത് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും ഡോക്ടേഴ്സ് പറയുന്നത്. ഓക്കെ, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മയുടെ ആരോഗ്യം കുഞ്ഞിന്റെ ആരോഗ്യത്തെ ഒരേപോലെ ബാധിക്കുന്നുണ്ട് അല്ലെ. അമ്മ സ്ട്രെസ്ഡ് ആവുന്നതിനനുസരിച്ച് കുഞ്ഞിനും അതേ രീതിയിലുള്ള വേരിയേഷൻ സംഭവിക്കും. അമ്മയുടെ ആരോഗ്യമാണ് ഒരു കുഞ്ഞിന്റെ വളർച്ചയും വികാസത്തിനും സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്. മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, അമ്മയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു അവസ്ഥ എങ്ങനെയായിരിക്കണം? എങ്ങനെയായിരിക്കണം? അമ്മയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് ഹാപ്പി ആയിരിക്കണം. ആരോഗ്യം വളരെ കൃത്യമായിട്ട് ചെക്ക് ആരോഗ്യപരമായിട്ട് നമ്മൾ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ എന്താണ്? ആരോഗ്യപരമായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ മാനസിക ആരോഗ്യവും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ശരീരവും മനസ്സും ഒരേപോലെ, അതായത് ശാരീരികം നമ്മുടെ ഫിസിക്കലും ഓക്കെ ആവണം, മെന്റലും ഓക്കെ ആവുമ്പോൾ മാത്രമേ നമ്മൾ പൂർണ്ണമായിട്ട് ഓക്കെ ആവുള്ളൂ അല്ലെ. നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ഡിഫക്ട് ചെയ്യും. അതേപോലെ തന്നെ ശരീരത്തിന് എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടെങ്കിൽ എന്താണ് മനസ്സിന് അത് ഡിഫക്ട് ചെയ്യും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ് അല്ലെ. അല്ലേ? അതെ. യെസ്. ഇനി മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്. മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ് എന്താണ്? മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്, കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ജനിപ്പിക്കാനുള്ള അമ്മയുടെ ആ ഒരു സന്നദ്ധത അല്ലെങ്കിൽ റെഡിനെസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു വില്ലിങ്നെസ് ആണ് പറയുന്നത് അല്ലെ. ശരിക്കും നിങ്ങളുടെയൊക്കെ ആ ഒരു സമയത്ത് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത്, നിങ്ങളുടെ വയറ്റിലൊരു ജീവൻ ഉണ്ടെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞ സമയത്ത് സന്തോഷത്തെക്കാൾ കൂടുതൽ നമ്മളുടെ ഉള്ളില് ചെറിയൊരു രീതിയിലൊരു ഭയം ഉണ്ടായിരുന്നില്ലേ? ഫസ്റ്റ് നമുക്ക് അറിയില്ല ഇത് എന്താണെന്നല്ലേ. ഇത് സന്തോഷമുണ്ട്, പക്ഷെ നമ്മുടെ വയറ്റില് എന്താണെന്നുള്ളത് അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. ഫസ്റ്റ് ആ ഒരു ടെൻഷനാണ്. അപ്പൊ പിന്നീട് അങ്ങോട്ട് തുടങ്ങി അതിൽ ഒരു 9 മാസം വരെ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത് അല്ലെ. കുഞ്ഞിനെ നല്ല രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറെടുപ്പ് നടക്കുന്നത്. വളരെയധികം നമ്മളെപ്പോലും നമ്മൾ ആ ഒരു അത്രയും കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ. പക്ഷെ കുഞ്ഞു വയറ്റിലുണ്ടെന്ന തിരിച്ചറിയുന്ന സമയത്ത് മുതൽ നമ്മള് എന്താണ് റെഡിയാണ് അല്ലെ. അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാത്തരം പരിശ്രമങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ആ വില്ലിങ് ആവുന്ന പറയുന്നത് ആ സമയത്ത് പലതരത്തിലുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ മെന്റലി ഓക്കെ ആവുന്ന പല എക്സസൈസുകൾ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ അതും ഒരു കുഞ്ഞിന്റെ വളർച്ച നമ്മള് വില്ലിങ് ആവുന്നത് എന്താണ്? അതിന് നല്ല ആരോഗ്യം, നല്ല വളർച്ചയും ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അത്തരത്തില് പ്രിപ്പയർഡ് ആവുന്നത് അല്ലെ. ശരിക്കും 9 മാസം നമ്മുടെ പ്രിപ്പയർഡ്നെസ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. പ്രിപ്പയർഡ് ആവുകയാണ് നമ്മൾ ആ ഒരു സമയം വരെ. ഫസ്റ്റ് മന്ത് മുതൽ 9 മാസം വരെ നമ്മുടെ പ്രിപ്പറേഷൻ ആണ് 9ാം മാസം കഴിഞ്ഞ് കിട്ടുന്ന കുട്ടി എന്ന് പറയുന്നത് അല്ലെ. യെസ്. ന്യൂട്രീഷൻസ്, വിവിധ തരത്തിലുള്ള എല്ലാത്തരം ന്യൂട്രീഷൻസ്. ഓക്കെ, ഇച്ചിരി ഒരു കാര്യം പറയാം. നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കഴിക്കേണ്ട ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ഒരു 10 എണ്ണം നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ ഒന്ന് കണ്ടെത്തിയിട്ട് അടുത്ത ക്ലാസ്സിൽ എഴുതുന്നത് വരെ കേട്ടോ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എളുപ്പമല്ലേ അത് കണ്ടുപിടിക്കാൻ. ഇനിയും സെർച്ച് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഴുതിയാൽ മതി കേട്ടോ. എന്ന് നോക്കി കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഴുതാം. ചാപ്റ്ററിന്റെ പേര് കൊടുത്തിട്ട് ആക്ടിവിറ്റി 2 എന്ന് കൊടുക്കാം കേട്ടോ. ന്യൂട്രീഷ്യസ് പ്രഗ്നൻസി ടൈമിൽ കഴിക്കേണ്ട ന്യൂട്രീഷ്യസ് ഫുഡ്സ് ഏതൊക്കെയാണ്? ഓക്കെ മാം, ഒരു ഡൗട്ട് ഉണ്ട്. ഇത് ആക്ടിവിറ്റി അല്ലേ, അല്ലാതെ അസൈൻമെന്റ് അല്ലല്ലോ അല്ലേ? ആക്ടിവിറ്റി ആണ്. അസൈൻമെന്റ് ഒക്കെ പറഞ്ഞു തരുള്ളൂ. അസൈൻമെന്റ് ഇങ്ങനെയല്ല സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അത് നമ്മളുടെ ക്ലാസ് റൂമിലാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റി ആണ് കേട്ടോ. മലയാളത്തിലാണോ മിസ്സേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മലയാളം ഇംഗ്ലീഷിൽ ചെയ്യാം. നിങ്ങൾ മലയാളത്തിൽ നിന്ന് കുറച്ച് മാറി പോരും കേട്ടോ. മലയാളത്തിൽ ഫോളോ ചെയ്താൽ നമ്മൾ മലയാളത്തിൽ തന്നെ പോവുള്ളൂ. ഓക്കെ.
മാം ഒരു ഡൗട്ട് ഉണ്ട്. നമ്മൾ ആക്ടിവിറ്റീസ് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് അത് നമ്മൾ ബുക്കിൽ എഴുതിയത് ഫോട്ടോ എടുത്തല്ലേ അപ്ലോഡ് ചെയ്യേണ്ടത്? വേണ്ട വേണ്ട, ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളോട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അസൈൻമെന്റ്സ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം കേട്ടോ. അത് നമ്മൾ ഹാൻഡ് റിട്ടൺ തന്നെ ആവണമെന്നുണ്ടോ? ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. സോ ഹാൻഡ് റിട്ടൺ തന്നെ വേണമെന്ന് കമ്പൽസറി ഉണ്ടോ? ഹാൻഡ് റിട്ടൺ വേണം എന്നാണ്. നമ്മൾ ചെയ്ത വർക്ക് കാണാൻ വേണ്ടിയിട്ടാണോ നമ്മളിവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ? ഓക്കെ, ആണെങ്കിൽ പറ്റില്ലല്ലോ. അതൊന്ന് ഹിഷാൻസിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാം കേട്ടോ. ടീച്ചർ എന്താണെന്ന് വെച്ചാൽ പറയാൻ കഴിയാം. സ്വന്തമായിട്ട് ചെയ്യണം തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ ശരി, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഇന്നില്ല, സൈൻ ഔട്ട്. Hello everyone. Today we discussing about principles of development and factors that affect growth and development. And really thank you to Adira ma'am explaining the class very easily. And I sign out today class. Thank you. Okay, thank you. Sina. Thank you. Have a nice day. അപ്പോൾ ഫ്രൈഡേത്തെ കാര്യം മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം.